ഫോൺ അടിച്ചില്ല അല്ലേ? ബെല്ലടിക്കുമ്പോൾ ഫോൺ അടിച്ച ഫോൺ ബെല്ലടിച്ചു. ഫോൺ അടിച്ചായിരുന്നോ? പറഞ്ഞിട്ട് പോയത് അമ്പിളിക്കുട്ടൻ ചേട്ടൻ എന്താ പറഞ്ഞതെന്ന്. അവനെന്ത് പറഞ്ഞോളാതെ? വേറെ എന്താണ് പണി? അസൂയ. അസൂയ ആരോടായിരിക്കും? എന്നോടല്ല. അവന് വേറെ എന്ത് കണ്ടിട്ട് അസൂയപ്പെടാനാ? നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും കഴിയണില്ലേ? അത് കണ്ടിട്ട് സഹിക്കുന്നില്ല അവന്. അല്ലാതെ വേറെ എന്തോന്നടി? അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെന്ത്? വേറെ ഒന്നുമില്ല. വേറെ എന്ത്? പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞത്. പട്ടാളത്തിന്റെ ആലോചിക്കാൻ തോന്നുന്നു. നമ്മൾ താമസിക്കുന്നത് എവിടെയാണ്? പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ അടുത്ത്. അതുകൊണ്ട് ഇതിലെ ഒരുപാട് പട്ടാളക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ. അതുകൊണ്ട് ഈ പട്ടാളക്കാരെ എല്ലാം ഞാൻ കൈയും കാലും കാണിക്കും, സംസാരിക്കും, പരിചയമുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് കാണുന്നവർക്കെല്ലാം തോന്നും എനിക്ക് പട്ടാളക്കാരോട് ഭയങ്കര ബന്ധമുണ്ട്, ഇന്ത്യൻ മിലിറ്ററിയുടെ വലിയ ആണെന്ന് ഞാനെന്നേ. അപ്പോൾ എന്ത്? അപ്പോൾ ഒന്നുമില്ല, അവരങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ വഴി വെച്ച് ചോദിക്കും, നമ്മുടെ മിലിറ്ററിയിൽ എന്തെങ്കിലും ഒരു വേക്കൻസി കിട്ടുമോ, ശരിയാക്കി തരുമോ എന്നൊക്കെ പലരും ചോദിച്ച് എന്നെ സമീപിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ആ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാജ്യദ്രോഹം അതെനിക്കിഷ്ടമല്ല. വേറെ ഒന്നുമില്ല. വേറെ എന്താണ് തങ്കം? പിന്നെ ആ 25,000 രൂപയുടെ കണക്ക് പറഞ്ഞത് എന്താ? അവനോട് ചോദിക്കും. അവൻ എന്തേലും പൊട്ടത്തിന് പറഞ്ഞാൽ നീ അത് കേട്ടങ്ങ് വിശ്വസിച്ചാണ്. നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്റെ ക്ലീറ്റോ. അതെ, നിർത്ത്. എന്നെ വിശ്വാസമല്ല. നീ എന്നെ അങ്ങനെ വിളിക്കുക വേണ്ട. എന്റെ ക്ലീറ്റോ. നിങ്ങളെ ഒരുപാട് പരാതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ക്ലീറ്റോ. എന്റെ അച്ഛനെ പട്ടാളത്തിൽ ചേർത്തത് നിങ്ങളാന്ന് പറഞ്ഞ് ഈ നാട് മുഴുവൻ പറഞ്ഞു നടന്നില്ലേ നിങ്ങള്? കർത്താവ്, ഞാൻ ആരോട് എപ്പോ പറഞ്ഞു? നീ എന്തേലും പറയാ? അയ്യോ, ഓർമ്മയില്ല. അന്ന് അത് തമാശയായിട്ട് കനകൻ എടുത്തോണ്ട് നിങ്ങളുടെ കഴുത്തിന് മേളിൽ ഇപ്പോഴും തലയുണ്ട്. അല്ലേ പിന്നെ എന്റെ തല അങ്ങനെ എടുത്തേനെ. ഇത് ചുമ്മാ നിങ്ങൾ ഇവിടുന്ന് നോക്കിയേ. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ എപ്പോഴും പറയണ പോലെ ആയിരിക്കില്ല. സത്യം ക്ലീറ്റോ, നിങ്ങളെ ഞാൻ കൊല്ലും. അതിനു വേണ്ടല്ലോ, നിനക്കിത് പറഞ്ഞെന്ന് അവനെ ഞാൻ കൊല്ലും കേട്ടോ. കാണാ ഏതാ നടക്കണെന്ന് മാറാൻ കൂടെ. ഞാൻ പറഞ്ഞാൽ അത് നടക്കും. വെറുതെ എന്തേലും പറയാനും കൂടെ ഓരോരുത്തർ കേൾക്കാനും വിശ്വസിക്കാനും അങ്ങനെ നടക്കണം. ഡാഡി, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അങ്ങനെ സംഭവിച്ചു പോയ എന്റെ പൊന്നു മോളെ. അപ്പൊ ഈ ലവ് മാരേജ് ഭയങ്കര പരാജയം എന്ന് പറയുന്നതിന് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ലവ് മാരേജ് അല്ല, മാരേജ് എന്ന് പറയണത്, വിവാഹം എന്ന് പറയണത് ലോക പരാജയമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 100 ചോദ്യമായി ഉത്തരമായി. കണ്ടില്ലേ, മനുഷ്യൻ ഇത്തിരി സമയം മനസ്സമാനായിട്ട് വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല. ഞാനേ സമാധാനം കിട്ടുന്ന എങ്ങോട്ടായാലും പോയിട്ട് വരട്ടെ.